തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ. ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തി വീശിവാവാ. നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ. കേറിവാ കേറിവാ പടിവാതിലുകളിൽ ഓടിവാ. പാടിവാ ആടിവാ നേടണം അറിവുകൾ അക്ഷരങ്ങൾ. സംസ്ഥാനത്തിന്ന് പുതിയ അധ്യയന വർഷത്തിന് ആവേശകരമായ തുടക്കം. വേനലവധിക്ക് ശേഷം സ്കൂൾ തിരുമുറ്റങ്ങൾ ഇന്ന് വീണ്ടും സജീവമായി. പുസ്തകങ്ങളും പുതിയ ബാഗുകളുമൊക്കെയായി ലക്ഷക്കണക്കിന് കുരുന്നുകളാണ് ഇന്ന് അക്ഷരമുറ്റത്തേക്ക് ആദ്യമായി ചുവടുവെച്ചത്. സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വിദ്യാലയങ്ങളെല്ലാം വൻ ആഘോഷത്തെയാണ് പുതിയ കൂട്ടുകാരെ വരവേറ്റത്. വളരെ വിപുലമായ തയ്യാറെടുപ്പുകളോടെയും വലിയ ആഘോഷത്തോടെയുമാണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് പുതിയ അധ്യയന വർഷത്തെ വരവേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ ഉയർത്തിയ ആശങ്കകൾക്ക് വിരാമമിട്ട് ഇന്ന് പ്രത്യാശയുടെയും പുഞ്ചിരിയുടെയും വെളിച്ചത്തിലാണ് സ്കൂൾ മുറ്റങ്ങൾ ഉണർന്നത്. തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ച ക്ലാസ് മുറികളും മിഠായികളും സമ്മാനങ്ങളുമായി കാത്തുനിന്ന അധ്യാപകരും ചേർന്നാണ് കുരുന്നുകളെ വരവേറ്റത്. പല സ്കൂളുകളിലും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കുട്ടികളെ ആനയിച്ചത്. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞവർ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തത് തുടക്കക്കാരുടെ ഭയമകറ്റാൻ ഏറെ സഹായകരമായി. ആദ്യമായി സ്കൂളിലെത്തിയതിന്റെ ചെറിയ പരിഭവവും കരച്ചിലും ചില കുട്ടികളിൽ പ്രകടമായെങ്കിലും അധ്യാപകരുടെയും മുതിർന്ന വിദ്യാർത്ഥികളുടെയും സ്നേഹപൂർണമായ ഇടപെടൽ അവരെ പെട്ടെന്നു തന്നെ ശാന്തരാക്കി. മാതാപിതാക്കൾക്കും ഇത് വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഭയമില്ലാതെ സന്തോഷത്തോടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ സുരക്ഷയ്ക്കായി സ്കൂൾ പരിസരങ്ങളിൽ പ്രത്യേക പോലീസ് കാവലും ട്രാഫിക് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. വരും ദിവസങ്ങളിലും കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും വിതരണം ചെയ്യുന്നത് വേഗത്തിലാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴക്കെടുതികളുള്ള ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായ മാറ്റങ്ങളോടെയാണ് പ്രവേശനോത്സവം നടന്നത്. എങ്കിലും പുതിയ അധ്യയന വർഷത്തെ കളിച്ചിരികളോടും വലിയ പ്രതീക്ഷകളോടും വരവേൽക്കുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം.